എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു ചെറിയ കാര്യമാണെന്ന് പറയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിക്കുന്നത് നല്ലതെന്ന് വാർഡന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്വീറ്റ്സിന് വേണ്ടി സ്ട്രോബെറി ജാമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിറ്ററി നാപ്കിൻ ഒരു ചെറിയ രീതിയിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളതാണ്. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഉപയോഗത്തിന് മുമ്പ് ഇപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞു, ജാമൊക്കെ പറ്റിക്കുന്നില്ല. ഇതിപ്പോൾ ഉപയോഗിച്ച പോലെ ഈ വസ്തു നമുക്ക് ഡിസ്പോസ് ചെയ്യണം. ഇത് വളരെ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നുള്ളതെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇത്രയുള്ള ഇതിപ്പോൾ ഒരു പാട്ട കട്ട് ചെയ്തെടുത്താണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചില്ല് പാത്രം പോലെ ഇരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് സുതാര്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്രോ ബാഗ് ഉപയോഗിക്കാം, ചെടിച്ചട്ടികൾ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഒരു മാസം നമ്മുടെ ഉപയോഗത്തിനുള്ള ഒരു പാട്ടയാണെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെല്ലാം ഇതിനകത്ത് നിറച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് മൂടി വെക്കുക. പിന്നെ അടുത്ത മാസം വീണ്ടും നിറച്ച് നമുക്കിതിൽ ചെടി നടാൻ പറ്റും. ഒരു വർഷത്തിനുള്ളിൽ ഇതിനകത്തുള്ള പഞ്ഞി കാര്യങ്ങളെല്ലാം ദ്രവിച്ചു പോകും. പ്ലാസ്റ്റിക് മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ടയിൽ കുറച്ച് മണ്ണ്, ഒരു 1-2 ഇഞ്ചൊക്കെ മണ്ണിട്ടാൽ മതി. അധികമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അത് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഈ അകത്ത് നനഞ്ഞിരിക്കുന്ന ഭാഗം നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വയ്ക്കുക. ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എന്നാലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിച്ച് വെക്കാൻ പാടില്ല. ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാനും പാടില്ല. ചരിച്ച് വെക്കണമല്ലോ. ചരിച്ച് നമ്മൾ വെച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ട് ഈ മാസത്തെ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കും. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മണ്ണിടുക. ഈ മണ്ണിടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക്, അതായത് നമ്മൾ ഈ വെച്ചേക്കുന്ന നാപ്പിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ മണ്ണിടണം. അതായത് മണ്ണിടുക. മണ്ണിട്ട് കഴിയുമ്പോൾ കിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നാപ്കിൻ മുഴുവൻ മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാപ്കിൻ മൂടുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിലൊക്കെ മണ്ണ് കയറി. ഇതിപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടി ഇത് കാണാൻ പറ്റണം. മറിച്ച് നമ്മൾ ഒരു ചട്ടിയൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യണം. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുഴുവൻ മണ്ണിട്ട് പോകും. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇതിപ്പോൾ തന്നെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പകുതിയിലധികം മണ്ണിട്ട് കഴിഞ്ഞു, അടിയിൽ നാപ്കിൻ ഇട്ടു. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം മുഴുവൻ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണം. മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ചെടി അതിനകത്ത് നമുക്ക് നടാൻ പറ്റും. ഇനിയിപ്പോൾ ഈ മാസം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി നിറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കവറിട്ടിട്ട് ഇതുപോലെ മൂടി വയ്ക്കുക. ഈ കവറിട്ടിട്ട് ഇതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് വീണ്ടും സ്റ്റോക്ക് കിട്ടുന്ന സമയത്ത് ഈ മണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് അടുക്കിയിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചട്ടി നിറയണ വരെ നമുക്ക് വീണ്ടും അങ്ങനെ ചെയ്യാം. എപ്പോൾ ഇത് നിറയുന്നു, എപ്പോൾ അത് 3/4 ഭാഗം ആവുന്നു, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് മണ്ണിട്ട് കൊടുക്കുക. നിറച്ചു, അതായത് എത്ര മണ്ണിടാൻ പറ്റും നിറച്ചിട്ട് കൊടുക്കുക. നിറച്ച് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടി ഇതിൻ്റെ അകത്ത് നടന്നത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. ഈ ചെടിയാണ് ഇതിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചു. ഇതിൻ്റെ ചുറ്റും നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ചുറ്റും നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഉറപ്പിക്കാം. ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ എന്താണെന്നുള്ള കാര്യമൊന്നും ആരും കാണാമുള്ള. ഇത് ഒരു കൊല്ലത്തിലധികം നിൽക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതിനൊക്കെ ചെറിയ ചെറിയ വേരുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാപ്കിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് മുഴുവൻ ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് പോകും.
അതിൻ്റെ അകത്തേക്ക് പോയിട്ട് പതുക്കെ പതുക്കെ അതിനകത്തിരിക്കുന്ന കോട്ടൺ മുഴുവനായിട്ട് ദ്രവിക്കും. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, താങ്ക് യു.